നമസ്കാരം. വിഷനൂറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 5 ലക്ഷം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക. കർഷകർക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള പദ്ധതികളിൽ ഒന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. 1998 അവതരിപ്പിച്ച കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കുള്ള വായ്പാ പ്രക്രിയ ലളിതമാക്കാൻ ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി പ്രകാരം കർഷക പ്രവർത്തനങ്ങൾക്ക് വെറും 4% താങ്ങാവുന്ന പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നു. അപേക്ഷകരുടെ കുറഞ്ഞ പ്രായം 18 വയസ്സും ഉയർന്ന പ്രായപരിധിയുമില്ല. ഈ പദ്ധതി പ്രകാരം പരമാവധി 3 ലക്ഷം രൂപ വായ്പയെടുക്കാം. ഇത് 5 ലക്ഷമായി ഉയർത്തി. പരമാവധി വായ്പാ കാലാവധി 5 വർഷമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ സാധുതയും 5 വർഷമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുന്നതിന് കർഷകൻ സ്വയം സഹായ സംഘത്തിലോ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പിലോ അംഗമാകുക തുടങ്ങിയ ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കണം. വിളകളുടെ ഉൽപാദനത്തിലോ മൃഗസംരക്ഷണം പോലുള്ള അനുബന്ധ പ്രവർത്തനങ്ങളിലോ മത്സ്യബന്ധനം പോലുള്ള കാർഷികേതര പ്രവർത്തനങ്ങളിലോ അവർ പങ്കാളിയായിരിക്കണം. നേരത്തെ 1.60 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് ഗ്യാരണ്ടി ആവശ്യമായിരുന്നു. അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി രഹിത വായ്പാ പരിധി 2 ലക്ഷം രൂപയായി ഉയർത്തി. അതിനർത്ഥം ഇപ്പോൾ 2 ലക്ഷം രൂപ വരെയുള്ള വായ്പ യാതൊരു കൊളാറ്ററലും ഇല്ലാതെ ലഭിക്കുന്നു എന്നതാണ്. കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സുപ്രധാന പ്രഖ്യാപനം 7.7 കോടി കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീരകർഷകർക്കും ഹ്രസ്വകാല വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി തുടരും എന്നതാണ്. കൂടാതെ പരിഷ്കരിച്ച പലിശ ഇളവ് പദ്ധതി പ്രകാരം KCC വഴി എടുക്കുന്ന വായ്പകളുടെ പരിധി 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായി ഉയർത്തി. വായ്പാ പരിധി വർദ്ധിപ്പിച്ചത് ചെറുകിട കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാകും. കൃഷിക്ക് ആവശ്യമായ വിത്തും വളം മറ്റുപകരണങ്ങൾ വാങ്ങുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഈ വായ്പ ഉപയോഗിക്കാം. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീരകർഷകർക്കും ഈ വർധനവ് അനുഗ്രഹമാകും. അവർക്കും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഈ വായ്പ പ്രയോജനകരമാകും. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.